ചൂടായി, മുകളിലേക്ക് പോയി, ഇതിൽ പറ്റിപ്പിടിച്ചെന്ന് വീണ്ടും താഴേക്ക് വന്ന് മോയിസ്റ്റർ റീസർക്കുലേഷൻ, ഈ റീസർക്കുലേഷൻ കൃത്യമായി ഇതിൽ നടക്കും. പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലെ വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയരുകയും അത് മൺപാത്രത്തിൻ്റെ തണുത്ത അടപ്പിൽപ്പെട്ട് വീണ്ടും തുള്ളിയായി താഴേക്ക് തന്നെ പതിക്കുകയും ചെയ്യും. ഈ പ്രക്രിയ സ്റ്റീം ലോക്കിംഗ് എന്ന് വിളിക്കാം. ഇത് കാരണം ഭക്ഷണത്തിലെ സ്വാഭാവിക ജലാംശം ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പം നിങ്ങൾ പറയും എന്ത് സ്റ്റീം ലോക്കിങ് എന്തിലുണ്ട്? പ്രഷർ കുക്കറിലില്ലേ? പക്ഷെ പ്രഷർ കുക്കറിൽ പ്രശ്നമുണ്ട്. പ്രഷർ കുക്കറിൽ അനവധി വൈറ്റമിൻസ് നശിച്ചു. കാരണം അമിതമായ പ്രഷറാണത്. ഇതിൽ അമിതം എന്നൊരു സംഗതിയില്ല. ഇതിൽ അമിതമായ ഈ സുഷിരങ്ങളുടെ പുറത്തേക്കു നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ല. അപ്പം ഇതിലുള്ളൊരു ഭക്ഷണം ചൂടാവുമ്പോൾ അമിതമായാൽ ഈ സുഷിരങ്ങളിലൂടെ ആ ചൂട് എന്ത് ചെയ്യും? പുറത്തേക്കാണ് പോകും. ഇതിൽ തന്നെ സംവിധാനമില്ല, പ്രഷർ കുക്കറിൽ സംവിധാനമില്ല. അപ്പോൾ എന്താ പറയുക, ചില വൈറ്റമിൻസ് ചില ഡിഗ്രി സെൽഷ്യസിന് അപ്പുറത്തേക്ക് ചത്തു. അപ്പോൾ ഇന്ന് പ്രഷർ കുക്കറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ചത്ത ഭക്ഷണമാണ്. മൈക്രോവേവ് പാത്രങ്ങളും പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ചൂടാകുമ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്കുകളും ബിസ്ഫെനോൾ പോലെയുള്ള ഹോർമോൺ വ്യതിയാനം വരുത്തുന്ന രാസവസ്തുക്കളും ഭക്ഷണത്തിൽ കലരും. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ സ്വാഭാവികമായി ഇപ്പോൾ അതേപോലെ നമ്മൾ പിന്നെ ഓവനിൽ വെക്കുന്ന പാത്രങ്ങളുണ്ട്. അതിൽ എന്താ പറയുകയെന്നറിയോ, പരസ്യപ്പെടുത്തൽ എന്താണ്, അതുകൊണ്ട് ചൂടായ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതൊക്കെ വെറുതെ കളവ് പറയാണ്. ഇപ്പോൾ ഓവനിൽ വെക്കുന്ന ഓവൻ മനസ്സിലായില്ലേ, ഓവനിൽ വെക്കുന്ന പാത്രങ്ങളുണ്ട്. അതൊക്കെ ഒരു അളവ് കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് വരും? ഈ പാത്രങ്ങളിൽ നിന്നൊക്കെ ഇപ്പോൾ ഓവനിൽ വെക്കുന്ന പാത്രങ്ങളിലൊക്കെ മൈക്രോവേവ് പാത്രങ്ങൾ, അതേപോലെ തന്നെ ഓവനിൽ വെക്കുന്ന എത്ര പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ചൂടായി കഴിഞ്ഞാൽ മൈക്രോ പ്ലാസ്റ്റിക്കുകളും ബിസ്ഫെനോൾ പോലെയുള്ള ഹോർമോൺ വ്യതിയാനം വരുത്തുന്ന രാസവസ്തുക്കളൊക്കെ അതിലുണ്ടാവും. അതിൽ നേരെ ഭക്ഷണത്തിലേക്ക് കലരും. ഇത് രോഗത്തിന് കാരണമാവും, ക്യാൻസറിന് കാരണമാവും, പിന്നെ അൾഷിമേഴ്സിന് കാരണമാവും, വൃക്കരോഗത്തിന് കാരണമാവും. അതേ സമയത്ത് മൺപാത്രം, എന്താ മൺപാത്രത്തിൻ്റെ അവസ്ഥ? പ്രകൃതിദത്തമായ ജൈവപദാർത്ഥമായതിനാൽ ഇതിൽ ദോഷകരമായ ഹെവി മെറ്റലുകളോ പ്ലാസ്റ്റിക് ഘടകങ്ങളോ തീരെ ഇല്ല. ഇതിന് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് മേൽമണ്ണിൽ നിന്നല്ല എടുക്കുക, മേൽമണ്ണിൽ നിന്നല്ല കളിമണ്ണെടുക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു 4 മീറ്റർ 5 മീറ്റർ 6 മീറ്റർ അടിയിലേക്ക് കുഴിച്ചിട്ട് ആ മണ്ണാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ എന്താ എൻ്റെ ഗുണം? എന്താ അവിടെ എന്തില്ല? ഒരു 4 മീറ്റർ അടിയിലേക്ക് പോയാൽ മനസ്സിലായില്ല. അപ്പം മേൽമണ്ണിൽ സ്വാഭാവികമായും രാസപദാർത്ഥങ്ങളുണ്ടാവും. എന്തുകൊണ്ട്? ഇപ്പം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളൊക്കെ എവിടെ എത്തും? മേൽമണ്ണിലെത്തും. പറയുന്നത് മനസ്സിലാക്കണം, മേൽമണ്ണിലെത്തും. അത് മേൽമണ്ണിൻ്റെ 1-2 ലെയറുകൾ ഉണ്ടാവുള്ളൂ, അതിനടിക്കുണ്ടാവില്ല. അവിടുന്നാണ് ഈ മേൽമണ്ണ് ഉപയോഗിച്ച് ഇതുണ്ടാക്കാനും കഴിയില്ല ഈ രൂപത്തിൽ. മനസ്സിലുണ്ടോ പറഞ്ഞത്? അത് പ്രത്യേക കളിമണ്ണ് എടുക്കും അടിയിൽ പോയിട്ട്. ഇപ്പം നമ്മൾ പിന്നെ എന്താ ഒരു മണ്ണിനെ നമ്മൾ എന്താ പറയുക, ഈ ആധുനിക കാലത്ത് JCB ഒക്കെ ഉപയോഗിച്ച് മാന്തുമ്പോൾ മേൽമണ്ണിൽ ഒരു ലെയറിലാണ് കറുപ്പുണ്ടാവുക. ചിലപ്പോൾ അത് വളമായിരിക്കാം. ആ വളമുള്ള ഏരിയയിൽ എന്തുണ്ടാവും? പ്ലാസ്റ്റിക്കുകളിൽ അതേപോലെ തന്നെ രാസപദാർത്ഥങ്ങളൊക്കെ ചേർന്ന് കിടക്കുന്നുണ്ടാവും. അതിൽ മഴവെള്ളം കൊണ്ട് വന്ന് ഒലിച്ചു വന്ന് ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനടിയിലേക്ക് പോയാൽ അത് ശുദ്ധമായ ഒരു തരം എന്താ പറയുക, വേറൊരു കളറിലുള്ള മണ്ണാണ്. വളരെ നിങ്ങൾ കണ്ടില്ലേ, ചില ഏരിയകളിലൊക്കെ ശുദ്ധമായ പിന്നെ എന്താ പറയുക, ഈ പുതിയ മണ്ണ് ഇടുമ്പോൾ ആ മണ്ണ് അതിശുദ്ധമായിരിക്കും. മനസ്സിലുണ്ടോ പറഞ്ഞത്? അത്ര ഏരിയയിലേക്ക് കുഴിച്ചെടുത്തിട്ട് ആ മണ്ണ് ഉപയോഗിച്ചിട്ടാണ് എന്തുണ്ടാക്കുക, കളിമൺ പാത്രം ഉണ്ടാക്കുക. അപ്പം ഈ പാത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രാസപദാർത്ഥങ്ങൾ തീരെ ഉണ്ടാവില്ല, തീരെ ഉണ്ടാവില്ല. നമ്മളെ മേൽമണ്ണിൽ കാണുന്ന രാസപദാർത്ഥങ്ങൾ ഇതിലുണ്ടാവേയില്ല. അങ്ങനെ അതവരുണ്ടാക്കുക. ഇപ്പോൾ ഇതേപ്പം ഈ നേച്ചുറോപ്പതി ചികിത്സയിൽ മണ്ണിടും, കണ്ണിന് കാഴ്ച കൂട്ടാൻ മണ്ണ്. അപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്ത് അവരുടെ അടുത്ത് പോയി ആ വിഷയം പഠിച്ചു. അതേപോലെ തന്നെ എന്താ പറയുക, മനുഷ്യൻ്റെ പിന്നെ ദഹനശക്തി കൂട്ടുക, വയറിൻ്റെ ഭാഗത്ത് മരിച്ചു പോയ കോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതിന് വേണ്ടി മണ്ണിടും. ഇവിടെ വയറ്റിൽ മണ്ണിടും. അതുകൊണ്ട് മനുഷ്യന് വലിയ ഊർജ്ജം ഉണ്ടാക്കും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി പഠിച്ചു ഈ അടുത്ത കാലത്ത്. ഇതിന് നിങ്ങൾ ഏത് മണ്ണാണ് ഉപയോഗിക്കുന്നത്? അവർ പറഞ്ഞു 6 മീറ്ററിന് ഇപ്പുറത്തുള്ള മണ്ണ് ഉപയോഗിക്കൂല, 6 മീറ്ററിന് താഴെ മണ്ണ് ഉപയോഗിക്കുള്ളൂ.
അത് ഈ ഭൂമിയിലെ മണ്ണ് തന്നെയാണത്. അതായത് നേച്ചുറോപ്പതി വിഭാഗങ്ങൾ കണ്ണിൽ മണ്ണ് വെക്കും, കണ്ണടച്ചിട്ട് കണ്ണിൽ മണ്ണ് ഉപയോഗിക്കും. അത് എന്താ, കാഴ്ചശക്തി കൂട്ടും. അതേപോലെ തന്നെ വയറ്റിൽ മണ്ണിട്ട് ഒരു 3/4 മണിക്കൂർ നേരമൊക്കെ കിടത്തും. മുക്കാൽ മണിക്കൂർ നേരം ഇങ്ങനെ മണ്ണിട്ട് കിടത്തും. എന്ത്, സ്വാഭാവികമായും മനുഷ്യൻ്റെ ഇന്നത്തെ രാസപദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ മനുഷ്യൻ്റെ ഒരുപാട് കോശങ്ങൾ ചത്തിട്ടുണ്ടാവും, കരുത്ത് നഷ്ടപ്പെട്ടുണ്ടാവും. വയറിനെ വീണ്ടും ജീവിപ്പിക്കുക, വയറ് ശരിയായാൽ ഒക്കെ ശരിയാവും. അപ്പോൾ ഇതിനു വേണ്ടി അവരുപയോഗിക്കുന്ന മണ്ണ് എവിടുന്നാണ് കൊണ്ടുവരുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ആ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകളെ ഈ അടുത്ത കാലത്ത് സമീപിച്ച്, അപ്പോൾ അവരെന്നോട് പറഞ്ഞു 6 മീറ്ററിന് മുകളിലുള്ള മണ്ണ് ഉപയോഗിക്കൂല, പ്രത്യേക നല്ല ചുമന്ന മണ്ണ് ഉപയോഗിക്കും. പക്ഷെ അത് എത്ര അടിയിലായിരിക്കണം? ഭൂമിയുടെ മുകൾ ഭാഗത്ത് നിന്ന് 6 മീറ്ററെങ്കിലും അടിയിലേക്ക് പോയ മണ്ണേ അവർ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ എത്ര നന്മയാണത്! ഒരു 5-6 മീറ്റർ, 4 മീറ്റർ പോയാൽ തന്നെ പോട്ടെ, 3 മീറ്റർ പോയാൽ തന്നെ എത്ര ശുദ്ധം! ഉദാഹരണം, നമ്മൾ ഒരു മനുഷ്യനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഖബർ കുഴിക്കുന്ന നേരത്ത് ഓരോ മണ്ണിൻ്റെ ഏരിയൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. അടിക്കടിക്ക് പോകുമ്പോൾ കിണറൊഴിക്കാൻ വേണ്ടി മണ്ണ്, ഓരോ മണ്ണിനും താഴെ പോകുന്നതെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ശുദ്ധത അധികരിക്കും. മനസ്സിലാവുന്നുണ്ടെന്ന്, പറ്റ ചീടിയിലെത്തൂല്ല, പറ്റ ചീടിയിലേക്ക് പോവില്ല. അതിൻ്റെ ഇടയിലുള്ള ഒരു ഏരിയ ഉണ്ട്, അത് നല്ല ശുദ്ധമായിരിക്കും, അതിൽ വരുന്ന വെള്ളം ശുദ്ധമായിരിക്കും. അപ്പോൾ അത്തരം മണ്ണിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. ഒരിക്കലും ഒരു രാസപദാർത്ഥം ഈ പാത്രത്തിൽ ഇല്ല. എന്തൊരു ഭാഗ്യമാണതൊക്കെ! പ്രകൃതിദത്തമായ ജൈവ പദാർത്ഥമായതിനാൽ ഇതിൽ ദോഷകരമായ ഹെവി മെറ്റലുകളോ പ്ലാസ്റ്റിക് ഘടകങ്ങളോ ഇല്ല. അസിഡിറ്റി ഉള്ള ഭക്ഷണമോ ഇനി മറ്റേത് ഭക്ഷണവുമായി, ഇപ്പം ഞാൻ പറഞ്ഞ പുളി, വിനാഗിരി, തക്കാളി ഇതൊക്കെ ചേരുമ്പോൾ സ്വാഭാവികമായും ലോഹത്തിൻ്റെ അംശം ഭക്ഷണത്തിലേക്ക് കലരുമെന്ന് പറയാൻ ഇതിലൊന്നും കലരാനില്ല. അതിന് ദോഷകരമായ ഒരു മെറ്റൽ ഇതിൽ ഒരു മെറ്റീരിയൽ ഇല്ല, ഒന്നും ഇതിലില്ല. അപ്പോൾ അത് 100%. അതിലേക്ക് നമ്മളെ വീടുകൾ തിരിച്ചു വന്നേ തീരും, 100% തിരിച്ചു വരണം. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ശുദ്ധമായ കളിമണ്ണും വെള്ളവും മാത്രമാണ് മൺപാത്ര നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. ചൂളകളിൽ ഉയർന്ന താപനിലയിൽ ചുട്ടെടുക്കുമ്പോൾ ഘടന കൂടുതൽ സുദൃഢമാകും എന്നല്ലാതെ മറ്റ് രാസവസ്തുക്കൾ അതിൻ്റെ കെമിക്കൽ അഡിറ്റീവ്സ് എന്ന് പറഞ്ഞത് ഇതിലില്ല, ഒന്നും ഇതിലേക്ക് ചേർന്നിട്ടില്ല. പിന്നെ ഇതിനെ കൂടുതൽ ദൃഢമാക്കും. പഴയ കാലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? പഴയ കാലത്ത് ഉമ്മി ഇത് വാങ്ങിക്കൊണ്ടുവന്നാൽ അങ്ങനെ തന്നെ ഉപയോഗിക്കരുത്. പഴയ കാലത്തൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു, എന്തറിയോ, നിറച്ച് ഉമ്മിയിട്ടു. ഉമ്മിയിട്ടിട്ട് എന്ത് ചെയ്യുന്നറിയോ? അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കും. മനസ്സിലായില്ലേ? അങ്ങനെ ചൂടാക്കിയാൽ ഇതിൻ്റെ ദൃഢത കൂടും, പെട്ടെന്ന് പൊട്ടൂല. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 24 മണിക്കൂർ 48 മണിക്കൂർ വെള്ളത്തിൽ താഴ്ത്തിയിടുക, അപ്പോഴും ദൃഢമാവും ഒന്നും കൂടെ. അല്ലെങ്കിൽ നല്ലോണം എണ്ണ തേക്കുക ഇതിന്. പറഞ്ഞത് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്നിട്ട് പൂർണ്ണമായും അത് അങ്ങനെ വെള്ളത്തിലിടുക. എണ്ണ ഇട്ട് വെള്ളത്തിലിടും, എണ്ണ കലർത്തിയിട്ട് ഒരു എണ്ണ, ശരിക്കും നല്ല എണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ, ശുദ്ധമായ നല്ലെണ്ണ, ഇതൊക്കെ എന്ത് ചെയ്യുക, ഇത് നല്ലോണം പുരട്ട ചുറ്റും, എന്നിട്ട് വെള്ളത്തിൽ താഴ്ത്തിടുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഇത് ദൃഢത കൂടും, പെട്ടെന്ന് പൊട്ടൂല. മനസ്സിലായില്ലേ? പക്ഷെ ഇപ്പം എന്താണെങ്കിലും ഇപ്പം ഇതിന് എത്ര വില? ഇതിന് 100 രൂപ അല്ലെങ്കിൽ 120 രൂപ, ഇതൊക്കെയാണ് ഇതിൻ്റെ വില. അതെ അതെ ആ ഇത് 150 രൂപ. ഇത് സൂപ്പർ മാർക്കറ്റിലെ വില. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിയതാണ്, അപ്പോൾ അതിൻ്റെ വില ഉണ്ടാവും. ഇത് അതേ സമയത്ത് അതിൻ്റെ നിർമ്മിക്കുന്ന ആളുകൾ കൊണ്ട് നടക്കും, അവർക്ക് അത് 100 രൂപ 120 രൂപ കൊടുത്താൽ മതിയാവും. സൂപ്പർ മാർക്കറ്റിലെ വിലയാണ് 150 രൂപ. ഒടുക്കത്തെ ലാഭം കൂടി എടുത്തിട്ടാണ് അവർ തരിക. സൂപ്പർ മാർക്കറ്റിൽ 150 രൂപയെ വിലയുള്ളൂ എങ്കിൽ ഇതിന് ആ സാധുക്കളായ മനുഷ്യന്മാരുണ്ടാക്കുമ്പോൾ അവിടെ എത്ര കുറച്ച് വിലയുണ്ടാവുള്ളൂ. അപ്പോൾ അതിന് 100 120 രൂപ അതിന് വിലയുള്ളൂ യഥാർത്ഥത്തിൽ.
അവരെ പ്രോത്സാഹിപ്പിക്കും വേണം. അപ്പം ഇന്ന് നമ്മളെ നാട്ടിൽ ഈ പിന്നെ എന്താ പറയുക, കൂമ്പാരന്മാർ എന്ന് പറയില്ലേ, കശവന്മാർ, കൂമ്പാരന്മാർ, ഒരു തൊഴിൽ നാമാണല്ലോ. അത് അവരെ നിസ്സാരപ്പെടുത്തി പറഞ്ഞതല്ല, ഞാൻ തൊഴിൽ നാമം പറഞ്ഞതാണ്. ആ വിഭാഗം ഇന്ന് നിരാശ പൂണ്ട് മറ്റു തൊഴിലുകളിലേക്ക് പോവാണ്. കാരണം അവരുണ്ടാക്കുന്ന സാധനം ഉപയോഗിക്കാൻ ആളില്ല. കടുത്ത ദാരിദ്ര്യത്തിലായിരുന്നു ഇവർ. അപ്പം അവരെ തിരിച്ചു കൊണ്ടുവരണം. ഇത് ഇന്നിപ്പോൾ എന്ത് ചെയ്യുന്ന ഈ സാധനം നമുക്ക് ഉണ്ടാക്കുന്ന ആളുകൾ തന്നെ ഇപ്പോൾ നാട്ടിലില്ല എന്ന് തന്നെ പറയാം. ഈ തൊഴിൽ ചെയ്ത് നടക്കുന്ന ആളുകൾ ഇന്നില്ല. ഈ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്ന ആളുകൾ ഇന്നില്ല എന്ന് തന്നെ പറയാം. എന്തുകൊണ്ട്? അവർക്ക് വർഗനാശം സംഭവിച്ചിട്ടുണ്ട്. ആ തൊഴിൽ നാശം, ആ തൊഴിൽ നശിച്ചു. അവർ മറ്റുള്ള ഗൾഫ് പോവുകയോ അല്ലെങ്കിൽ മറ്റുപോലത്തെ പണിയെടുക്കുകയോ കമ്പനി പണിക്ക് പോവുകയോ ഒക്കെ ചെയ്യാണ്. എന്തുകൊണ്ട്? ഇത് നാട്ടിൽ ആരും വാങ്ങാനില്ല. എന്നാൽ ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണത്രയം. അപ്പം ഇതൊക്കെ മനുഷ്യൻ ചിന്തിക്കണം. പിന്നെ മൺപാത്രത്തിനുള്ള ഗുണം എന്താണെന്നറിയോ? അതിൽ തെർമൽ കണ്ടക്ടിവിറ്റി, അതായത് ചെറിയ ഒരു കുറഞ്ഞ താപചാലകത എന്നൊരു, അതായത് മെല്ലെ ചൂട് കയറുള്ളൂ, മെല്ലെ ചൂട് ഇറങ്ങുള്ളൂ. അതുകൊണ്ട് ഭക്ഷണം നന്നായിരിക്കും. ലോഹം അങ്ങനെയല്ല. ലോഹം പൊടി എന്ന് പറയുമ്പോഴത്തേന് കയറും. അതായത് അപ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ടൈം എടുത്ത് ഭക്ഷണം ഉണ്ടാക്കാൻ അല്ല. ഒരു സാധനം മെല്ലെ ഉണ്ടാക്കലും പെട്ടെന്ന് ഉണ്ടാക്കലും തമ്മിൽ ഏറ്റവും നല്ലത് എന്താ? മെല്ലെ ഉണ്ടാക്കൽ. അപ്പോൾ തറപ്പണി കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് തന്നെ ചുമരൊക്കെ തുടങ്ങിയാൽ ആ തറക്ക് വില ഉണ്ടാവില്ല, ചുമരിന് വില ഉണ്ടാവില്ല, ബലമില്ലാതെയാവും. സാധാരണ നമ്മളെ ആളുകൾക്ക് പഴയ കാലത്ത് എന്താ ചെയ്യുന്നതെങ്കിൽ തറയിട്ടും, തറ ഇട്ടിട്ട് അവിടെ 6 മാസമോ 8 മാസമൊക്കെ അങ്ങനെ കിടക്കും. പിന്നെ ചുമര് വെക്കും. ചിലപ്പോൾ ആ ചുമര് വെച്ച് കഴിഞ്ഞാൽ തന്നെ പിന്നെ വാർക്കൂല. എന്തുകൊണ്ട്? അത് വീണ്ടും മഴയും വെയിലും കൊണ്ടിട്ട് അങ്ങനെ കിടക്കും. ഒരു 6 മാസം 8 കൊല്ലം 8 മാസം അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് വാർക്കുക. അതിനെന്തുണ്ടാവും? കരുത്തുണ്ടാവും. മെല്ലെ 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 മെല്ലെ. മാത്രമല്ല എന്താണെന്നറിയാം, പഴയ കാലത്തൊക്കെ ചെയ്യുക, ഒരു ലെയർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് പണിക്ക് വരില്ല. അതവിടെ കിടന്നുറക്കണം. എന്നിട്ട് അതിൻ്റെ മേലെ വെക്കുള്ളൂ. 2 കല്ല് മേലൊക്കെ മേലെ വെച്ചാൽ പിറ്റേന്ന് പണിക്ക് വരില്ല. പിന്നെ അതൊന്ന് ഉറച്ച് അതിന് വെയിൽ കൊണ്ട് മഴ കൊണ്ട് പിന്നെ അതിൻ്റെ മേലെ 2 പടവ് വെക്കും. മെല്ലെ 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 അപ്പം ഇതിൻ്റെ എല്ലാ കേടോടെ തീരും. ഇതിന് കേടല്ലാതെ ഒന്നുമില്ല. പ്രകൃതിദത്തമായൊരു ഭക്ഷണത്തിലേക്ക് ചൂടെത്താൻ ഒരു സമയം എടുക്കണം. അത് ഇവിടെ ഇല്ല. ഇവിടെ ചൂടാകുമ്പോഴത്തേനും ഇവിടെ ചൂടാവും. ഇതങ്ങനെയല്ല. ഇവിടെ ഈ ലെയറിൽ ഇവിടേക്ക് ചൂടെത്തുമ്പോഴത്തേനും ഇവിടെ ചൂടെത്തൂല. മെല്ലെ ചൂട് കയറുള്ളൂ. ഇനി ഇറങ്ങലും അങ്ങനെ തന്നെയാണ്. ലോ തെർമൽ കണ്ടക്ടിവിറ്റി. മനസ്സിലായില്ല? മെല്ലെ കയറുള്ളൂ. ഇനിയിപ്പോൾ ഈ ഭക്ഷണത്തിന് ഇതിൽ ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തും ചെയ്യും, ചൂട് പോവുകയും ചെയ്യും. അതുകൊണ്ട് വീണ്ടും റീഹീറ്റിംഗ് ഇതിൽ ആവശ്യമായിരിക്കും. ഇതിൽ റീഹീറ്റിംഗ് ആവശ്യം ഉണ്ടാവില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്? ഇതിൽ ഉള്ള ചൂട് അങ്ങനെ നിലനിൽക്കും. 1 മണിക്കൂർ 2 മണിക്കൂർ ഒക്കെ കഴിഞ്ഞാലും അതിൽ ആ ഭക്ഷണ പദാർത്ഥത്തിൽ എന്ത് ചെയ്താൽ മതി? അതങ്ങനെ അടച്ചു വെച്ച് ഭക്ഷണ ആവശ്യത്തിനെടുത്ത് അതിന് ബാക്കി അടച്ചു വെച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂർ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാലും അതിലെന്തുണ്ടാവും? ചൂടുണ്ടാവും. ഒരു ഭക്ഷണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു ഭക്ഷണം വേവിച്ചാൽ അത് ഉപയോഗിക്കേണ്ട സമയത്തിലാണ് വിത്തിൻ 3 hours ഉള്ളിൽ അത് ഉപയോഗിച്ചിരിക്കണം. ആ സമയത്ത് ഇതവിടെ ചൂടായി കിടക്കുകയും ചെയ്യും. അപ്പോൾ വാപ്പയും അങ്ങനെ ആരോ വന്നു, അവർ ഭക്ഷണം അതേ ഭക്ഷണം ഈ റീഹീറ്റ് ചെയ്യാതെ തന്നെ വീണ്ടും അടുത്ത ആൾ വന്നു, അവർക്കൊക്കെ ചൂടായ ഭക്ഷണം കൊടുക്കാൻ ഇതിന് കഴിയും. എന്തുകൊണ്ട്? ഇതിൻ്റെ രീതി എങ്ങനെ? ഇതിനെന്താണ് ലോ തെർമൽ കണ്ടക്ടിവിറ്റി എന്നൊരു ആ ഗുണം എന്തിനുണ്ട്? കളിമണ്ണിൻ്റെ പാത്രങ്ങൾക്കുണ്ട്. ലോഹങ്ങളെ അപേക്ഷിച്ച് കളിമണ്ണിന് താപചാലകത വളരെ കുറവാണ്. അതായത് മൺപാത്രം പെട്ടെന്ന് ചൂടാവുകയുമില്ല, തണുക്കുകയുമില്ല. അതേ സമയത്ത് ചൂട് പതുക്കെ മാത്രം ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നതിനാൽ ഭക്ഷണത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഒരേ അളവിലുള്ള താപനില ലഭിക്കും. ഉദാഹരണം പറയാം, ഇവിടെയാണ് ആദ്യം ചൂടെത്തിയതെങ്കിൽ അപ്പം തന്നെ ഇവിടെ അടി പിടിക്കും. ഇവിടെ ഇത് ഭക്ഷണത്തിലേക്ക് ചൂട് ഈ ഭാഗത്തുള്ള ഭക്ഷണത്തിലേക്ക് എത്തി അതേ നേരത്തെ ഈ ഭാഗത്ത് ഭക്ഷണത്തിൽ ഉണ്ടാവും.
എല്ലാ സ്ഥലത്തേക്കും ഒരേ സമയത്ത് തന്നെ ചൂടെത്താൻ കളിമൺ പാത്രങ്ങൾക്ക് കഴിയും. അപ്പം അത് വല്ലാത്ത കാര്യങ്ങളാണ്. മാത്രമല്ല ഇതിൽ വളരെ വലിയ ഉദാഹരണം പറയാം. മൈക്രോ പോറസ്, അതായത് മൺപാത്രങ്ങളെ ഭിത്തികളിൽ നഗ്നനേത്രങ്ങൾക്ക് ഇതിലൊക്കെ നഗ്നനേത്രങ്ങൾക്ക് കാണാൻ കഴിയാത്ത എന്താ പറയുക, ദശലക്ഷക്കണക്കിന് സുഷിരങ്ങളുണ്ട് ഇതിന്. അതിലൂടെ ആവശ്യമില്ലാത്ത പുറത്തേക്ക് പോവും, ആവശ്യമുള്ളതിനെ സ്വീകരിക്കും. ഇങ്ങനത്തെ സുഷിര ഇതിലില്ല. ഇതൊരു നന്മയാണ്. ഇതിലിപ്പോൾ നമ്മൾ കാണുന്നില്ല എന്നേ ഉള്ളൂ. അതേ സമയത്ത് എന്തുണ്ട്, ദശലക്ഷക്കണക്കിന് സുഷിരുണ്ട് ഇതിൽ. ഇത് മണ്ണാണ്, ഓട്ടകളുണ്ട് ഇതിന്. നമ്മളിപ്പോൾ ഈ ഓട്ടയെ കാണുന്നില്ല എന്നേ ഉള്ളൂ. വളരെ ചെറിയ ഓട്ടകൾ ഇതിലുണ്ട്. മനസ്സിലായില്ല? ദശലക്ഷക്കണക്കിന്, ഒരു മൺപാത്രത്തിൽ ദശലക്ഷക്കണക്കിന് മൈക്രോ സുഷിരങ്ങളുണ്ട്. ഈ മൈക്രോ സുഷിരങ്ങളിലൂടെ ഭക്ഷണത്തിൽ നിന്ന് വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉരുകയും ആ സുഷിരങ്ങളിലൂടെ ബാഷ്പീകരണ നിയന്ത്രണം വരും. മോയ്സ്ചർ റീസർക്കുലേഷൻ എന്താണത്? പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിൽ നിന്നുള്ള വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയരുകയും അത് മൺപാത്രത്തിൻ്റെ തണുത്ത അടപ്പിൽ വിട്ട് വീണ്ടും തുള്ളിയായി താഴേക്ക് തന്നെ പതിക്കുകയും ചെയ്യും. ഉദാഹരണം പറയാം, ഇതന്നെ ചൂടായി മുകളിലേക്ക് പോയി, ഇതിൽ പറ്റിപ്പിടിച്ച് നിന്ന് വീണ്ടും താഴേക്ക് വന്ന് മോയ്സ്ചർ റീസർക്കുലേഷൻ. ഈ റീസർക്കുലേഷൻ കൃത്യമായി ഇതിൽ നടക്കും. പാചകം ചെയ്യുമ്പോൾ ഭക്ഷണത്തിലുള്ള വെള്ളം നീരാവിയായി മുകളിലേക്ക് ഉയരുകയും അത് മൺപാത്രത്തിൻ്റെ തണുത്ത അടപ്പിൽപ്പെട്ട് വീണ്ടും തുള്ളിയായി താഴേക്ക് തന്നെ പതിക്കുകയും ചെയ്യും. ഈ പ്രക്രിയയെ സ്റ്റീം ലോക്കിംഗ് എന്ന് വിളിക്കാം. ഇത് കാരണം ഭക്ഷണത്തിലെ സ്വാഭാവിക ജലാംശം ഒരിക്കലും നഷ്ടപ്പെടൂല. അത് കാരണം ഇതിലൊന്നും നശിച്ചു പോകൂല. ഇതിലുള്ള ഒരു വൈറ്റമിൻ നശിച്ചു പോകൂല. അപ്പം നിങ്ങൾ പറയും, എന്ത് സ്റ്റീം ലോക്കിങ് എന്തിലുണ്ട്? പ്രഷർ കുക്കറിലില്ലേ? പക്ഷെ പ്രഷർ കുക്കറിൽ പ്രശ്നമുണ്ട്. പ്രഷർ കുക്കറിൽ അനവധി വൈറ്റമിൻസ് നശിച്ചു പോകും. കാരണം അമിതമായ പ്രഷറാണത്. ഇതിൽ അമിതം എന്നൊരു സംഗതിയില്ല. ഇതിൽ അമിതമായ ഈ സുഷിരങ്ങളുടെ പുറത്തേക്ക് പോകും. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായത്? അപ്പം ഇതിനുള്ളൊരു ഭക്ഷണം ചൂടാവുമ്പോൾ അമിതമായാൽ ഈ സുഷിരങ്ങളിലൂടെ ആ ചൂട് എന്ത് ചെയ്യും? പുറത്തേക്കാണ് പോകും. ഇതിൽ തന്നെ സംവിധാനമില്ല, പ്രഷർ കുക്കറിൽ സംവിധാനമില്ല. അപ്പോൾ എന്താ പറയുക, ചില വൈറ്റമിൻസ് ചില ഡിഗ്രി സെൽഷ്യസിൻ്റെ അപ്പുറത്തേക്ക് ചത്തു. അപ്പോൾ ഇന്ന് പ്രഷർ കുക്കറിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം ചത്ത ഭക്ഷണമാണ്. ഇത് ഞാൻ പറയല്ല, നിങ്ങൾ പഠിക്കി. പ്രഷർ കുക്കറിൽ നമുക്ക് ആ വസ്തുവിൻ്റെ ചത്ത ഭക്ഷണത്തിൻ്റെ പിണ്ടം കിട്ടും. അതിലുള്ള മിനറൽസ്, മനസ്സിലായില്ലേ? അതിലുള്ള എത്രയോ വൈറ്റമിൻസ് എല്ലാം എന്തായിട്ടുണ്ട്? അതെന്താ, ഹെവി ഹീറ്റാണ്. ഹെവി ഹീറ്റിൽ അത് ചത്തു. ഇതിനാ ചാവല് സംഭവിക്കൂല. എന്തുകൊണ്ട്? അങ്ങനെ കൂടുതൽ ഉണ്ടാവില്ല. ആവശ്യമില്ലാത്ത ചൂട് ഈ സുഷിലോട്ട് പുറത്ത് പോകും. ഹെവി ഹീറ്റാണ് സംഭവം ഇതിലില്ല തന്നെ. എന്താണത്? ഇതിൻ്റെ ഗുണത്രയ? എന്തിനെ നമ്മൾ ഈ ക്യാൻസർ തിന്നിട്ട് ക്യാൻസർ രോഗിയായി നശിപ്പിച്ചത്? ഇപ്പം വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ് പോലെയുള്ള വൈറ്റമിൻസൊക്കെ എൻ്റെ വിഷയം എന്താണ്? വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്നിവയെല്ലാം പെട്ടെന്ന് ഉയർന്ന ചൂടിൽ നശിച്ചു. പ്രഷർ കുക്കറിലും അലുമിനിയം പാത്രങ്ങളിലും താപനിലയും സമ്മർദ്ദവും ഹൈ പ്രഷറായിരിക്കും, ഹൈ ടെമ്പറേച്ചറായിരിക്കും. വളരെ ഉയർന്ന ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറുമാണ് എന്തിലുണ്ടാവുക? പ്രഷർ കുക്കറിലും അലുമിനിയം പാത്രങ്ങളിലും ഒക്കെ ഉണ്ടാകുക. ഇത് ഭക്ഷണത്തിലെ ഈ ഹൈ പ്രഷറും അതേപോലെ തന്നെ ഹൈ ടെമ്പറേച്ചറും ഭക്ഷണത്തിലെ എൻസൈമുകളെയും വൈറ്റമിനുകളെയും പൂർണ്ണമായി നശിപ്പിക്കും. അതായത് കുക്കറിൽ വെച്ച ഭക്ഷണം, ഇപ്പം നമ്മളെ പെണ്ണുങ്ങൾക്ക് നല്ല ഇഷ്ടമാണ് കുക്കറിൽ വെച്ചാൽ എന്തില്ല? അതിലെന്തില്ല? വിറ്റാമിൻസ് ഇല്ല, വൈറ്റമിൻസ് ചത്തിട്ടുണ്ട്. അതിൻ്റെ പിണ്ടം മാത്രം കഴിക്കുക നിങ്ങൾ. കാരണം പല വൈറ്റമിൻസും ഒരു പരിധിക്കപ്പുറമുള്ള ചൂടിൽ നിൽക്കൂല, ചത്തുപോകും.
നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? ഇതിൽ ആ പ്രശ്നം വരൂല. എന്തുകൊണ്ട്? ഇതിൽ ഈ ഒരു പാത്രം എത്രയേ ഉള്ളെങ്കിലും ലക്ഷക്കണക്കിനല്ല ദശലക്ഷക്കണക്കിന് സുഷിരങ്ങളുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ദശലക്ഷക്കണക്കിന്. അങ്ങനത്തെ ദശലക്ഷക്കണക്കിന് സുഷിരങ്ങൾ ഉണ്ടായത് കൊണ്ട് ഒരു പരിധിക്കപ്പുറത്തിൽ ചൂട് ഇതിൽ നിൽക്കേയില്ല. അത് ആ സുഷിരത്തിലൂടെ പുറത്തേക്കാണ് പോകും. അപ്പോൾ ഒരു സ്വാഭാവികമായ സ്റ്റീം ലോക്കിംഗ് മാത്രമേ ഇതിൽ നടക്കുള്ളൂ. അത് ആവശ്യമുള്ളതായിരിക്കും. ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിൽ നിന്ന് എന്ത് നമ്മൾക്ക് സ്വാഭാവികമായും ഒരു പരിപാടി ഉണ്ട്. മൺപാത്രത്തിൽ പിന്നെ ഭക്ഷണം വെച്ച് ആവറേജ് വേവായി കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യുന്നറിയോ? ഇത് മാറ്റും, അടിയിൽ നിന്ന് വിറകൾ മാറ്റും. പിന്നെ അതിനുള്ളിലുള്ള ചൂട് കൊണ്ട് നല്ലൊരു പരുവപ്പെട്ട വേവലാണ്ട് വെന്തും പോവും. വല്ലാത്ത ഗുണം. ഇതിൻ്റെ ഗുണം അത് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ പ്രഷർ കുക്കറുകളിൽ വെച്ച ഭക്ഷണം, ഇന്നിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ പ്രഷർ കുക്കർ ഭക്ഷണം. അതുകൊണ്ട് നമുക്ക് ആരോഗ്യമല്ല. കാരണം അതിലെ വൈറ്റമിൻസ് ചത്തിട്ടുണ്ട്. കളിമൺ പാത്രത്തിൽ ഒരിക്കലും വൈറ്റമിൻസ് ചത്തൂല. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഭക്ഷണം, ഇപ്പോൾ ഇറച്ചിയിലുള്ള ചില എൻസൈമുകൾ നമുക്ക് ശരീരത്തിന് വളരെ ആവശ്യമാണ്. പച്ചക്കറി, ഇറച്ചി, മനസ്സിലായില്ലേ? അപ്പം അതേപോലെ തന്നെ ഇപ്പം നമ്മൾ എന്താ പറയുക, ഉച്ചക്ക് ഒരു നല്ല എന്താ പറയുക, ഒരു നല്ല പിന്നെ തവിടുള്ള ഒരു ചോറും, പിന്നെ ഒരു തവിടുള്ള ചോറും, പിന്നെ ഒരു എന്താ പറയുക നല്ലൊരു കറിയും, ഈ പച്ചക്കറി, നല്ല ഒരു സാമ്പാർ ഇപ്പം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൽ കയറ്റും. കുക്കറിലാണ് കയറ്റും. പിന്നെ ചീനച്ചട്ടിയിൽ നിന്ന് വറുക്കും. മണം ഇതിലൊക്കെ ഉണ്ടാവും ഈ ചീനച്ചട്ടിയിലിട്ട് വറുക്കണോടുകൂടെ. അതേ സമയത്ത് ഈ പ്രഷർ കുക്കറിൽ എന്ത് പോയി കഴിഞ്ഞു? വൈറ്റമിൻസ് പൂർണ്ണമായി പോയി. അത് നശിച്ചുപോയി. അതിന് നിലനിൽപ്പേ ഇല്ലപ്പോൾ. പിന്നെ ആ പിണ്ടങ്ങൾ വയറ് നിറച്ച് തിന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞോണ്ട് നമ്മൾ ഇന്നത്തെ ഈ ലോഹപാത്രങ്ങളിൽ നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി കൊണ്ട് നമുക്ക് ഗുണമില്ല. എന്തുകൊണ്ട്? മനസ്സിലായില്ല. എന്തുകൊണ്ട്? അതിൻ്റെ വൈറ്റമിൻസ് ഒക്കെ ഈ ലോഹപാത്രത്തിൽ ചൂടാക്കുന്നതിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? ചത്തുപോയിട്ടുണ്ട്. ആ പ്രശ്നത്തിലുണ്ടാവില്ല. ഇത് അമിതമായ ചൂടിനെ സ്വീകരിക്കില്ല. വല്ലാത്തൊരവസ്ഥയാണിത്. വല്ലാത്തൊരവസ്ഥയാണ്. എന്തോ ഒരു ഗുണമാണ് അതൊക്കെ എന്നറിയാം. അത് ഭക്ഷണം വെച്ച് പിന്നെ ഇത് സാധനം എടുത്ത് അടച്ചു വെച്ചാൽ മണിക്കൂർ കണക്കിലെ ചൂട് നിലനിൽക്കുകയും ചെയ്യും. ഇതൊക്കെ പരമ്പരാഗതമായി നമുക്കുണ്ടായിരുന്ന ഗുണങ്ങളായിരുന്നു. ഇപ്പം മൺപാത്രങ്ങളിലെ മിതമായ ചൂടിലെ സ്ലോ കുക്കിംഗ്, മെല്ലെ ചൂട് കയറി ആ ഭക്ഷണത്തിലെ പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റുകൾ, വൈറ്റമിനുകൾ അതൊക്കെ 100% ഗുണം നിലനിർത്തും. അലുമിനിയം പാത്രം, അതേപോലെ തന്നെ പ്രഷർ കുക്കർ, അതിലൊന്നും ഒരു വൈറ്റമിനും നിലനിൽക്കുകയില്ല. അപ്പോൾ ഭക്ഷണം നമ്മളിപ്പോൾ പച്ചക്കറി തന്നെ തിന്ന് നമുക്ക് ഒരുപാട് ആരോഗ്യം ഉണ്ടാവണം. പക്ഷേ പച്ചക്കറി കഴിച്ച ആരോഗ്യം നമുക്കിപ്പോൾ ഇല്ല. എന്തുകൊണ്ട്? ഇത് നമ്മൾ പ്രഷർ കുക്കറിലും അലുമിനിയം ചൂടാക്കിയ പാത്രത്തിലും ഇട്ട് പാചകം ചെയ്തത് കൊണ്ട് ആ ലോഹത്തിൻ്റെ അമിതമായ ചൂട് കാരണം ഈ വൈറ്റമിൻസ് എല്ലാം ചത്തുപോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് പച്ചക്കറി എന്നിട്ടും കാര്യമൊന്നുമില്ല. പച്ചക്കറി തിന്നിട്ടും തടിക്ക് ഗുണമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ട് തടിക്ക് ഗുണമുണ്ടായില്ല? അതിൻ്റെ വൈറ്റമിൻസ് ചത്തുപോയിട്ടുണ്ട്. തന്നെ പിന്നെ അതേപോലെ തന്നെ ഇതിന് എന്താ പറയുക, തെർമൽ റിട്ടൻഷൻ കപ്പാസിറ്റി, ചൂട് നിലനിർത്താനുള്ള ശേഷി ഇതിന് വളരെ കൂടുതലാണ്. കളിമണ്ണിന് ചൂട് സംഭരിച്ചു വെക്കാനുള്ള ശേഷി, മനസ്സിലായി? ഹീറ്റ് റിട്ടൻഷൻ, അത് സംഭരിച്ചു വെക്കാനുള്ള ശേഷിയുണ്ട്. അടുപ്പിലെ തീ അണച്ചതിന് ശേഷം പാത്രത്തിലെ ചൂട് ദീർഘനേരം നിലനിൽക്കും. അതിനാൽ ഭക്ഷണം വീണ്ടും ചൂടാക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് വീണ്ടും ചൂടാക്കുമ്പോൾ പോഷക നഷ്ടം ഉണ്ടാവും. അതിന് പോഷക നഷ്ടത്തിലുണ്ടാവില്ല. ഇത് മണിക്കൂർ കണക്കിന് ചൂട് നിലനിൽക്കും. ഇത് ഇതെന്താ പറയുക, ഒരു കാലത്ത് നമ്മളെ ഭക്ഷണവും അമൃതായിരുന്നു, പാചകം അമൃതായിരുന്നു, വെള്ളം അമൃതായിരുന്നു, എല്ലാം. ആധുനികത മുഴുവനും അത് നശിപ്പിച്ചു. അതിൻ്റെ പേരിൽ നമ്മൾ അഭിമാനിച്ചു.
എല്ലാം. ഇപ്പം നമ്മൾ പച്ചക്കറി നേരത്തെ തന്നെ പെണ്ണുങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. പച്ചക്കറി നാളെ വെക്കാനുള്ള പച്ചക്കറി എന്ത് ചെയ്യും, ഇന്ന് കൊണ്ടുവന്നിട്ട് കഷ്ണിച്ച് അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റിക്കും. ഫ്രിഡ്ജിൽ എടുത്തുകൊണ്ട് അതിൻ്റെ സ്വാഭാവിക ഗുണം നഷ്ടപ്പെട്ടു. എന്നിട്ട് അത് വേഗം പിന്നെ എന്തിലേക്ക് ഇടുകയാണ്, കുക്കറിലേക്ക് ഇടുകയാണ്. അതോടുകൂടെ അതിൻ്റെ എല്ലാ ജീവനും ചത്തു. സത്യം. എന്തൊരു കാര്യം. ലോഹപാത്രങ്ങൾ ഒരിക്കലും പോഷകത്തെ നിലനിർത്തൂല, വൈറ്റമിൻസിനെയും മിനറൽസിനെയും ഒന്നും നിലനിർത്തൂല. നേരെ മറിച്ച് ഇതങ്ങനെയല്ല. ഇതിന് സുഷിരങ്ങളില്ല, ഇതിന് ദശലക്ഷക്കണക്കിന് സുഷിരമുള്ളത്. അപ്പോൾ ഒരിക്കലും ഒരു വൈറ്റമിനെയും കൊല്ലേണ്ടി വരില്ല. ചിന്തിക്കുക. ഇനി രണ്ടാമത്തെ ഗുണം, കളിമൺ പാത്രങ്ങളിലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പ്രകൃതിദത്ത കളിമണ്ണിലെ സൂക്ഷ്മധാതുക്കൾ ഭക്ഷണത്തിലേക്ക് ലയിച്ചു ചേരുന്ന പ്രക്രിയയാണ് ബയോ മിനറലൈസേഷൻ എന്ന് പറയുക. ബയോ മിനറലൈസേഷൻ, അതായത് പ്രകൃതിദത്തമായ ധാതുക്കൾ ഇത് ചൂടാകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചില ധാതുക്കൾ ഉണ്ടാവും. ആ ധാതുക്കൾ എന്തിലേക്ക് കയറും, ഭക്ഷണത്തിലേക്ക്. ഇത് ലോഹപാത്രമാണെങ്കിൽ ഭക്ഷണത്തിന് അത് കേടാണ്. അതേ സമയത്ത് കളിമണ്ണിലുള്ള സാധനങ്ങളാവുമ്പോൾ അത് ഭക്ഷണത്തിന് ഗുണമാണ്. നമ്മുടെ ശരീരം സ്വാഭാവികമായി ഉൽപ്പാദിപ്പിക്കാത്തതും എന്നാൽ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ പല സൂക്ഷ്മ പോഷകങ്ങളും ട്രൈസ് മിനറൽസ് ഈ പ്രക്രിയയിലൂടെ ഭക്ഷണത്തിലേക്ക് കലരും. ഇത് മനസ്സിലായില്ലേ? പ്രകൃതിദത്തമായ കളിമണ്ണ് പലവിധ ധാതുക്കളുടെ ഒരു കലവറയാണ് കളിമണ്ണ്. മൺപാത്രത്തിൽ പാകം ചെയ്യുമ്പോൾ പല ധാതുക്കളും നേരെ ഭക്ഷണത്തിലേക്ക് കയറും. ഉദാഹരണം പറയാം, ആവശ്യമായ പ്രകൃതിദത്തമായ അയണ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും, അനീമിയ അതായത് വിളർച്ച, ഇന്ന് പല കുട്ടികൾക്കും വിളർച്ചയാണ്. അതായത് നല്ല യൗവനകാലത്ത് വിളർച്ച, നല്ല യൗവനമുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വിളർച്ച, അനീമിയ. ഈ വിളർച്ച ഇന്ന് ധാരാളമായി കണ്ടുവരുന്നുണ്ട്. ഈ വിളർച്ചയെ തടയാൻ ഈ കളിമണ്ണ് പാത്രത്തിലെ ഭക്ഷണം മതി. അതേപോലെ തന്നെ അയണ്, കാൽസ്യം, എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിനും ബലത്തിനും അത്യാവശ്യമാണ് കാൽസ്യം. അതേപോലെ തന്നെ മാഗ്നീഷ്യം ഇതൊക്കെ കാൽസ്യമൊക്കെ ആവശ്യമാണ്. ഇപ്പോൾ ഉദാഹരണം നമ്മൾ ഈ ഒരു പരിധി കഴിഞ്ഞാൽ ഈ ധാതുക്കളുടെ കമ്മി ആളുകൾക്കുണ്ടാവും. ഇപ്പോൾ കുട്ടിക്കാലത്ത് ഇപ്പോൾ ഇതൊക്കെ നിങ്ങളെപ്പോലത്തേക്കുണ്ടാവും. പക്ഷെ കുറച്ച് കഴിയുന്നതോടുകൂടെ ഇതങ്ങനെ ശരീരത്തിൽ നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ആവശ്യമായ കാൽസ്യം വേണ്ടി വരും. ഈ കാൽസ്യം കൊടുക്കാൻ എന്തിന് കഴിയും? കളിമൺ പാത്രത്തിൽ ആവശ്യമായ കാൽസ്യം ഭക്ഷണത്തിലേക്ക് കയറും. വയസ്സായ ആളുകൾക്കൊന്നും ഒരു കാരണവശാലും ലോഹപാത്രത്തിൽ വേവിച്ച ഭക്ഷണം കൊടുക്കരുത്. കാരണം അതിലെ വൈറ്റമിൻസ് ഒക്കെ ചത്തുപോയിട്ടുണ്ട്. അവർക്ക് ആവശ്യമായ, ഇപ്പം നിങ്ങൾക്കിത് അറിയാത്തതെന്നറിയും, നിങ്ങൾ പുതിയ മെഷീൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികളല്ലേ, അപ്പം നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം ധാതുക്കൾ നിങ്ങളുടെ ബോഡിയിൽ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കിത് മനസ്സിലാവാത്തത്. ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യന് ഈ ധാതുക്കൾ ആവശ്യമായി വരും. അപ്പോൾ ആ ധാതുക്കൾ കയറേണ്ടി വരും. ഇപ്പം വയസ്സായ ആളുകൾക്ക് ഈ കുത്തൽ കടച്ചിലൊക്കെ ഉണ്ടാവും. വൈകുന്നേരം ആയാൽ കൈകാൽ കടച്ചിലുണ്ടാവും. എന്താ കൈകാൽ കടച്ചിലിൻ്റെ ആവശ്യം? പ്രധാനപ്പെട്ടമായി കാൽസ്യത്തിൻ്റെ കമ്മി. ഇതിനൊരാളവോളം പരിഹാരം ഉണ്ടാക്കാൻ എന്തിനു കഴിയും? കളിമൺ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ മതി, കാൽസ്യം ഉണ്ടാവും.